ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു വെള്ളാട്ട് പോക്കർ. അപ്പോ റാംപോ അൻഷിഫ് മണവാള് ഇഷ്യൂ ഇപ്പോ ഓടിക്കൊണ്ടിരിക്കുവാണ് സുഹൃത്തുക്കളെ. റാംബോ നമ്മള് എല്ലാരെയും വിളിച്ചിട്ട് വെല്ലുവിളിക്കുന്ന കണ്ടു ലൈവില്. സോ നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് MRC റാംബോ, മറ്റേ വരുന്ന അൻഷിഫ്, അതേപോലെ മണവാളൻ. നോക്കാം, നമുക്ക് അവരുടെ വീഡിയോ കാണാം ആദ്യം, എന്നിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാം. വീഡിയോയിലേക്ക് പോകാം. നിന്റെ ഒരു കമന്റ് ഞാൻ ഇന്നലെ കണ്ട്. ഈ MRC തൊപ്പി നായിന്റെ മക്കളെ മലപ്പുറത്ത് കിട്ടുമെന്ന് ഒരു കമന്റ് ഞാൻ ഇന്നലെ കണ്ട്. എന്തർത്ഥത്തിലാ നീ ആ കമന്റ് ഇട്ട? നീ ഇനി ഇട്ടോ നിന്റെ വായിലൊരു കുത്ത് ഇനി നീ ഇട്ട, മനസ്സിലായ? പച്ച സംഭവം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അൻഷിഫ് എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ മറ്റേ വേറൊരു പോത്താ, അങ്ങനെ ഒരു ആളുണ്ടായിരുന്നില്ലേ, അങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു. സോ അയാളുടെ ശിങ്കിടിയായിരുന്നു ഇയാള്. ഓക്കെ, അപ്പം നേരത്തെ ഇവർ തമ്മിലൊരു പ്രശ്നം നമുക്കറിയാമല്ലോ. നമ്മൾ ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളി, വീടിന്റെ മുറ്റത്ത് വന്ന് നിന്നിട്ടുള്ള ആ സംഭവമൊക്കെ നമ്മളന്ന് കണ്ടതല്ലേ. സോ എന്തായാലും അത് കഴിഞ്ഞു. അതിന്റെ ബാക്കി ഇപ്പോൾ റാംബോ തുടങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. വിളിച്ചിട്ട്, അതായത് ഇയാൾ എന്തോ കമന്റ് ഇട്ടു, ഇവരുടെ വീഡിയോയുടെ താഴെ പോയിട്ട് കമന്റ് ഇട്ടു, നിങ്ങൾ മലപ്പുറത്ത് കണ്ടാല് പണ്ണിക്കളയെന്ന് കമന്റ് ഇട്ടു. അപ്പോ റാംബോ ലൈവിൽ വന്നപ്പോ വിളിച്ചതാണ് ഈ കേൾക്കുന്നത്. പബ്ലിക്കായിട്ട് എന്താ നിന്റെ അടുത്ത് പറയണ? മൈരാന്ന് നീ നിന്റെ ഉപ്പയെ വിളിച്ചോ? ചിലപ്പോ നിന്റെ ഉപ്പ വിളിയേക്കുമായിരിക്കും, ഞാൻ വിളിയേക്കൂല. മനസ്സിലായ? നിന്റെ തന്തയെ നീ വിളി, മൈരാന്ന് നീ നിന്റെ തന്തയെ വിളി. നീ ഇവിടെ ഉള്ള ഒരുത്തരെ നീ വിളിക്കാൻ നിൽക്കണ്ട, മനസ്സിലായി? ഇവിടെ ഉള്ള ഒരുത്തരെ നീ വിളിക്കാൻ നിൽക്കണ്ട. നിന്റെ അടുത്ത് മര്യാദക്ക് കാര്യം ചോദിച്ചപ്പോ ആരാ ചീത്ത? ഏട്ടാ, ഇവമാർക്ക് ശരിക്കും എന്തിന്റെ പ്രശ്നമാടാ? ഇവമാർക്ക് എന്തിന്റെ പ്രശ്നമാണ്? ഈ വീട്ടില് പെൻഷൻ മേടിച്ചിട്ടിരിക്കണ ഈ തന്തേനെയും തള്ളേനെയൊക്കെ എന്തിനാടാ ഈ പറഞ്ഞ ഇവമാരുടെ ആ ഒരു കഴച്ച യൂണിവേഴ്സിലേക്ക് വലിച്ചിടുന്നത്? തന്തയും തള്ളയൊക്കെ അവിടെ ഇരിക്കട്ടാ, അതിനെയൊക്കെ വളർത്തിയത് ഒരു തെറ്റല്ലാണ്ട് ഇനിയിപ്പൊ നീയൊക്കെ മരിക്കുന്ന വരെ ഉണ്ടാക്കണ അപരാധങ്ങൾ അവർ കേൾക്കണ. എന്താണ് മക്കളെ, ഇവനക്കൊക്കെ നല്ല തടിയും മണ്ണും വലിപ്പമൊക്കെ ഉണ്ടല്ലോ, ബുദ്ധിയില്ല ഇവനക്കൊന്നും. കാശായ വസ്ത്രം ഇട്ടോണ്ടിരിക്കുവാൻ തന്തയ്ക്കും തള്ളക്കി വിളിക്കാൻ. മറ്റവനേതടാ. അപ്പോ ഇന്നലെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവൻ അവന്റെ നമ്പർ ലീക്ക് ചെയ്തു, അവൻ ഇവന്റെ നമ്പർ ലീക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊരു പുതിയ യൂണിവേഴ്സ് ആടാ ഇത് തന്തയ്ക്കും തള്ളക്കും വിളിക്കാൻ വേണ്ടി ഒരു പുതിയ യൂണിവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. മറ്റവൻ ഇവനെ അമ്മക്കൂന്ന് പറയുന്നു, പൊട്ടിപ്പോന്നൊക്കെ പറയുന്നുണ്ട്. മുത്തേ, ഇവന്മാർക്ക് തല്ലിയങ്ങ് തീർക്കടാ. ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ബാക്കിയുള്ളവരെയും കൂടി പണിക്കാതെ വെച്ചിട്ട് ഇവന്മാര് തല്ലിയങ്ങ് തീർക്ക് പോയിട്ട്. അവൻ മലപ്പുറത്തല്ലേ ഉള്ളത്, ഇവ എറണാകുളത്തും ഉണ്ടല്ലോ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് കിട്ടിയടാ. കയ്യിൽ വെച്ച് അമ്മക്കൂന്നൊക്കെ ഇറക്കാൻ പറയണേ. കയ്യിൽ വെച്ചൊക്കെ അമ്മക്കൂടാണ്. ഇപ്പൊ എന്തിനാണ് നീ കൈ കൊണ്ട് ചെല്ലുമ്പോഴേക്ക് നല്ല സാധനം ഇപ്പൊ കേരളത്തിൽ കിട്ടാനിട്ട് അപ്പൊ ടൈമിന് പൊട്ടിക്കൂല മുത്ത എടുത്ത് വെച്ച്. അപ്പൊ തമ്മി തീർക്കടാ, തല്ലി തീർക്കരുത്. ചുമ്മാ ബാക്കിയില്ല തന്തേനെയും തള്ളേനെയും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കാണ്ട് തമ്മി തല്ലി തീർക്കരുത്. അതിനാവൂല കേട്ടോ. ഇതെല്ലാം ഇതിനകത്തുള്ള പരിപാടിയേ ഉള്ളൂ. അതിനുശേഷം ഇന്നലെ ഓരോ ലൈവിൽ ഓരോരുത്തരെ വിളിച്ചപ്പോ ഇവനിങ്ങനെ ചീത്ത വിളിയാട്ടാ. ഇവനോട് ആരോ പറഞ്ഞു കൊടുത്തു, മച്ചാൻ ഇതാണ് ഏറ്റവും നല്ല വഴി ചീത്ത വിളിച്ചോളാൻ, അപരാധിക്കാൻ, അങ്ങനെ എന്തോ തോന്നുന്നുണ്ട്. അപ്പോ ഇന്നലെ ലൈവിൽ വന്നിട്ട് നമ്മുടെ ബോക്സർ മണവാളനുമായിട്ടുള്ളൊരു വീഡിയോ നോക്കാം. മണവാളനല്ലേ ബ്രോ? എന്റെ പേര് റാംബോ എന്നാണ്, മനസ്സിലായ? എന്റെ പേര് റാംബോ എന്നാണ്. ഞാൻ എറണാകുളത്ത് തൊപ്പിയുടെ കൂടെ ഉള്ളതാണ്. എന്താ? ഞാൻ തൊപ്പിയുടെ ആളാ കേട്ടോ. സീനാവും എന്നെ തൊട്ടാ. അതെ 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 അതെ. ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചാണ് ബ്രോ. ഇന്നലെ ഞാൻ അൻഷിഫുമായിട്ട് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അൻഷിഫ് രണ്ടാമത് എന്നെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചപ്പോഴത്തേക്ക് വിളിച്ച ഉടനെ എന്റെ തള്ളക്കാണ് വിളിച്ചത്, എന്റെ അമ്മയ്ക്കാണ് വിളിച്ചത്, മനസ്സിലായ? അപ്പോഴത്തേക്ക് ഞാൻ അതിൽ ബ്രോയുടെ സൗണ്ട് കേട്ടു. ബ്രോയാണോ എന്നെ ചീത്ത വിളിച്ചത്? എന്റെ നമ്പർ എനിക്ക് കിട്ടി. ഇത് കിട്ടാൻ വലിയ തള്ളക്ക് വിളിച്ചിട്ടുണ്ടാവും. ഞാൻ ആ ഓഡിയോ മൊത്തമൊന്നും കേട്ടില്ല. കുറച്ചൊക്കെ കേട്ടതിനകത്ത് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നുണ്ട്. ഇവൻ കാ പറയുമ്പോ അവൻ പൂ പറയുന്നുണ്ട്, ഇവൻ പൂ പറയുമ്പോ മറ്റേ പുന്നാരെ പറയുന്നുണ്ട്. എന്തായാലും പറയുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും ഒട്ടും മോശമൊന്നും അല്ല പറച്ചിലില്. തല്ലി തീർക്കടോ, ബാക്കി കേട്ടെ. എന്തേ നമ്പറല്ലേ എടുത്തോളൂ. ഞാൻ ബ്രോ എടുത്ത് വേറെ മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ആ ബ്രോയുടെ സൗണ്ട് ഞാൻ കേട്ട്. അല്ല, ബ്രോയുടെ സൗണ്ട് ഞാൻ കേട്ട്. ബ്രോ ആണോന്ന് മാത്രമേ ഞാൻ ചോദിച്ചോളൂ. സൗണ്ട് ഡബ് ചെയ്തായിരിക്കും. മണവാളുടെ സൗണ്ട് ഡബ് ചെയ്തായിരിക്കും ആരെങ്കിലും കണ്ടിട്ട്. എന്തു അടേ ഇത് വീട്ട കേസൊക്കെ ആട്ടോ അവന്മാര്. ഞാൻ വിത്ത് റെസ്പെക്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചു, നിങ്ങളാണോ എന്ന് മാത്രമേ ചോദിച്ചോളൂ. എന്തേ
ആ ഞാനും മര്യാദയ്ക്ക് തന്നെ സംസാരിക്കണം. ആ ചോദിക്കുന്നത് ആ ഞാൻ നിന്നെ വിളിച്ചിട്ടുണ്ടോ? നിങ്ങളെ സൗണ്ട് ഞാൻ കേട്ട്, ഞാൻ ചോദിക്കണേ. നിങ്ങളുടെ സൗണ്ട് ഞാൻ കേട്ട്. റെസ്പെക്ട്ഫുള്ളി സംസാരമാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. റെസ്പെക്ട്ഫുള്ളി ഉള്ള സംസാരമാണ്. ആ പറ, ആ എന്ത് ചെയ്ത്? ഞാൻ ചോദിക്കുന്ന ഉത്തരം പറ നീ. നിങ്ങളെ സൗണ്ട് ഞാൻ കേട്ട്. നിങ്ങളാണോ അല്ലയോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. എന്റെ വേറെ തെളിവൊന്നുമില്ല. ഇല്ല 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 എന്റെ വേറെ തെളിവൊന്നുമില്ല. ആ അപ്പൊ പിന്നെ എന്നെ വെറുതെ എന്ത് ചെയ്ത്? ആണോ അല്ലേന്ന് മാത്രമേ ചോദിച്ചോളൂ ബ്രോ. നിങ്ങൾ ആണാണോ അല്ലയോ എന്നാ ചോദിക്കുന്നത്? അതാണോ ചോദിച്ചത്? അതല്ല ചോദിച്ചത്, വേറെ എന്താ ചോദിച്ചത്? ആണോ അല്ലേന്ന് മാത്രമേ ഞാൻ ചോദിച്ചോളൂ. പറഞ്ഞേക്കാം, ഞാൻ മാന്യ മര്യാദ ഇപ്പൊ പറഞ്ഞേക്കാം. ആ എന്ത് ചെയ്ത്? നിങ്ങൾ തമ്മിൽ ഇഷ്യൂസിൽ ഞാൻ ഇപ്പൊ നിലവില് പരസ്യമായിട്ടൊന്നും ഇടപെട്ടിട്ടില്ല. അപ്പൊ രഹസ്യമായിട്ട് ഇടപെട്ടെ. രഹസ്യമായിട്ട് ഇടപെട്ടോ ഇല്ല, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ ഇഷ്ടമുള്ള രീതിക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യാം. അതൊന്നും ഞാൻ അന്വേഷിക്കുന്ന കാര്യമില്ല. അത് ഞാൻ നിന്റെ അടുത്ത് മര്യാദയ്ക്കല്ലേ ചോദിക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ളവരെ അപ്പൊ അവൻ പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഇടപെടട്ടാ. അവന്റെ നമ്പറിൽ നിന്നെ വിളിച്ചു അവൻ. ഞാൻ മണവാളിനെ സപ്പോർട്ട് ചെയ്യുവല്ല കേട്ടോ. മണവാള ബോക്സർ മണവാളിനെ സപ്പോർട്ട് ചെയ്യുവല്ല കേട്ടാ. പക്ഷെ ഇപ്പൊ ഇതൊരു ഷോ അല്ലേ ഇവൻ കാണിക്കണേ. ഇവനെന്താ ആരെയും വിളിച്ച് എല്ലാരെയും വിളിച്ചിട്ട് അങ്ങോട്ട് കനപ്പിക്കാന്ന് വിചാരിച്ചാ? അങ്ങോട്ട് വിളിച്ച് പായിത്തോ എന്നൊക്കെ പറയാന്ന് വിചാരിച്ചോ ലൈവ് ഓൺ ആക്കി വെച്ചിട്ട്? നിന്നെ ഇവന്റെ ഫോണിൽ, അതായത് മണവാളുടെ ഫോണിൽ നിന്ന് ഇവനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ സംഭവം ശരിയായിരിക്കും അല്ലേ? എന്റെ സൗണ്ട് അവിടെ കേട്ടു, എന്റെ സൗണ്ട് മറ്റേ ഇടത്ത് കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് പ്രൊവോക്ക് ചെയ്യുക, അടുത്തൊരു പ്രശ്നം ഉണ്ടാക്കുക. അതാണ് തോന്നി ഇപ്പൊ ട്രെൻഡിങ്ങിൽ പൊക്കോണ്ടിരുന്നത്. ഞാനും ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ട് അപരാധിച്ചാലോടാ. ആരെങ്കിലും ഒക്കെ നമ്പർ എനിക്ക് കൂടെ ഒപ്പിച്ച് താടാവുന്നത്. ഞാനും ഒന്ന് വിളിക്കട്ടെ എല്ലാരെയും. എടാ ഞാൻ നിന്റെ അടുത്ത് മര്യാദക്കല്ലേ, ഇത്രയും റെസ്പെക്റ്റോട് കൂടിയല്ലേ ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചത്. ആ എന്റെ പ്രൈവസിൽ എന്റെ പേഴ്സണൽ ഇഷ്ടങ്ങൾക്ക് ഇടപെടാൻ ഒരാളെ അനുവദിക്കാറില്ല. ഞാൻ എന്റേതായ ഇഷ്ടങ്ങൾ ഞാൻ എന്റെ പ്രൈവസിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരെ പല രീതിക്കും ചിലപ്പോ എങ്ങനെ ഇഷ്ടമുള്ള പോലൊക്കെ സപ്പോർട്ട് ചെയ്യും. ഇഷ്ടമുള്ള പോലെ സപ്പോർട്ട് ചെയ്തോ, ഇഷ്ടമുള്ള പോലെ സപ്പോർട്ട് ചെയ്തോ. എന്നെ ഇന്നലെ വിളിച്ചതില് ഉണ്ടായിരുന്നോ ഇല്ലേ, അത് മാത്രമോ ഞാൻ ചോദിച്ചത്. നീ ആയിരിക്കും ഇങ്ങനൊക്കെ ചോദ്യം ചെയ്യുന്നത്? അത് കാര്യം. അവൻ ഇഷ്ടമുള്ളവരൊക്കെ അവൻ സപ്പോർട്ട് ചെയ്യും, അവൻ ഇഷ്ടമല്ലാത്തവരെ അവൻ നെഗ്ലക്ട് ചെയ്യും. അപ്പൊ അത് ഇതിനകത്തുള്ളതാണല്ലോ. എന്റെ സൗണ്ട് അവിടെ കേട്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ വിളിച്ചിട്ട് വിളിച്ചിട്ട് നിന്റെ സൗണ്ട് ഞാൻ അവിടെ കേട്ടല്ലോ, നീ എന്തിനാടാ സൗണ്ട് ഉണ്ടാക്കിയത്, നീ എന്തിനാണ് അവിടെ പോയെന്നൊക്കെ. ഇവന് ഏതാടാ ഇത്? പിന്നെ എന്നെ ചീത്ത വിളിച്ചാ ഞാൻ ചോദിക്കട്ടെ, നീ ചോദിക്കോ? എന്റെ അടുത്ത് പോലീസ് കളിക്കാൻ നിൽക്കണ ഞാൻ ആര് പോലീസ് കളിച്ച്? നീ എപ്പോ എന്താ എന്റെ അടുത്ത് നേതാവ് കളിക്കാൻ നിൽക്കണത്? അല്ലല്ലോ. പറയുന്നത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അതെ ഞാനും പറയണത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. രഹസ്യമായിട്ടായാലും പരസ്യമായിട്ടായാലും ഇങ്ങോട്ട് ഒന്നും വേണ്ട രഹസ്യമായിട്ടായാലും പരസ്യമായിട്ടായാലും ഇങ്ങോട്ട് ഒന്നും വേണ്ട എന്നുള്ളത് മാന്യമായിട്ട് ഞാനും പറയുന്നു. മനസ്സിലായില്ലേ? ഒന്നും കൂടെ കേട്ടാ മനസ്സിലാവും ബ്രോ. എന്താണ്? രഹസ്യമായിട്ടായാലും പരസ്യമായിട്ടായാലും ഇങ്ങോട്ട് ഒന്നും വേണ്ട എന്നുള്ളത് മാന്യമായി പറയുന്നു. ആദ്യം മനസ്സിലാക്കി, ഞാൻ പറഞ്ഞ മനസ്സിലാക്കി. ആ അതെ ഞാനും അതേ കണക്കാ പറയുന്നത്. എന്റെ പ്രൈവസിയില് അതെ അതാ ഞാൻ പറഞ്ഞത്. എന്റെ ഇന്നലത്തെ ആ ഒരു പ്രൈവസി. എന്തായാലും സംഭവം മറ്റേ അൻഷിഫ് എന്ന് പറഞ്ഞവൻ കമന്റ് ഇട്ടതിൽ തുടങ്ങിയതാണ്. ഇപ്പം അവിടെയായി. പിന്നെ അവന്റെ സൗണ്ട് കേട്ടെന്ന് പറഞ്ഞ് ഇവനെ വിളിച്ചു. ഇവൻ ഒരു അടുത്തൊരു വള്ളി പിടിക്കാൻ നിൽക്കണ പോലെ കേട്ടോ എനിക്ക് തോന്നിയത്. പേഴ്സണലി എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. ഇവനെന്തോ അടുത്തൊരു വള്ളി പിടിച്ചാൽ ആ വള്ളി പിടിച്ച് അങ്ങോട്ട് ഹിറ്റായി പോവാം. മറ്റവന്റെ വരുന്ന പോത്താ, അവനും മറ്റവനും ഒക്കെ മറ്റേ തൊപ്പിയും ആട്ടൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? അപ്പൊ അങ്ങനെ അടുത്തൊരു പ്രശ്നത്തിലേക്ക് പോവാം, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കാം. അങ്ങനെ സെറ്റപ്പാന്ന് വിചാരിക്കുന്നത്. 150 കിലോ കാണുമല്ലോ മുത്തേ നീ. നിനക്ക് ബുദ്ധിയില്ല നിനക്ക്? എന്താടാ ഇവൻ? ഫൈറ്ററാ റാംബോ. എന്താണെങ്കിലും ഇവന്മാർ അടിച്ചു തീർക്കടാ. ഇവന്മാരുടെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവന്മാർ എന്ത് ചെയ്യുക? നീ നേരെ പോവാ, മലപ്പുറത്തേക്ക് പോവാ, അല്ലെങ്കിൽ അവനോട് നേരെ എറണാകുളത്ത് വരാൻ പറയാ, അങ്ങോട്ട് തല്ലി തീർക്കുക. ഈ അവരാതൊക്കെ എന്തിനാണ് ഞങ്ങളെ കേൾപ്പിക്കുന്നത്? അപ്പൊ നീ ചോദിക്കും, നീ എന്തിനാ മര്യാദ കേൾക്കാൻ വന്നേന്ന്? ഞാൻ കേൾക്കൂടാ. ഞാൻ 149 രൂപ റീചാർജ് ചെയ്തോടാ ഉണ്ട്. എനിവേ അപ്പൊ അതാണ് സുഹൃത്തുക്കളെ പ്രശ്നം. അപ്പോ ഇതിനി ഇങ്ങനെ തുടർന്നു കൊണ്ടേ പോകുമെന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോ ഇത് കഴിഞ്ഞ് ഇനിയിപ്പോ അടുത്ത ലൈവ് വരുമ്പോൾ കണ്ടന്റ് വേണ്ടേ, പറയാനും വിളിക്കാനും കണ്ടന്റ് വേണ്ടേ? അപ്പൊ ഇനി ചിലപ്പോൾ ഇനി അടുത്ത ആരെങ്കിലും വിളിക്കും, എന്നിട്ട് അവരുമായിട്ട് ചിത്തോളി ഉണ്ടാവും. അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരിക്കും നടക്കാൻ പോകുന്നതും. അതൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. എന്തായാലും അളിയാ 149 രൂപയുടെ റീചാർജ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഒരു ദിവസം കണ്ട് തീരുവടാ കേട്ടോ. എന്തായാലും സുഹൃത്തുക്കളെ ഇവർ ചെയ്യട്ടെ, അപ്പോഴേ നമുക്കും കണ്ടന്റുകളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ തന്തയ്ക്കും തള്ളയ്ക്കും വിളി മോശമാടാ. ഇവന്മാര് എന്തോ ഇവന്മാര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ പോലെ കുത്തുവോ വെട്ടുവോ ചാവുവോ ഒക്കെ ചെയ്യണം. വീട്ടിലിരിക്കണ തന്തയ്ക്കും തള്ളക്കും ഉള്ള വർത്താനം മോശമാടാ. അത്രേ എനിക്ക് പറയാനുള്ളൂ. സോ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത റിയാക്ഷൻ വീഡിയോയുമായിട്ട് നാളെ വരാം. സോ ഗൈസ്, ബൈ.